കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലം 4-ാം ബൂത്ത് BLO ലതാ മോഹനൻ CPIM പ്രവർത്തകർക്കൊപ്പം പ്രചരണത്തിൽ പങ്കെടുത്തതായി പരാതി. BLO എന്ന നിലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പാടില്ല എന്നിരിക്കെയാണ് ചട്ടവിരുദ്ധമായി പ്രചരണത്തിന് ഇറങ്ങിയതെന്ന് കാണിച്ച് UDF തെരഞ്ഞെടുപ്പ് ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് PM നിയാസ് ആണ് പരാതി നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി മേഘ്ന മുരളി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. മേഘ്ന, ഇവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടാണോ? ഏത് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് ഇറങ്ങിയത്? എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? അജിംഷാദ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ നിഷ്പക്ഷരായി തന്നെ പ്രവർത്തിക്കണമെന്നുള്ള കർശനമായിട്ടുള്ള ചട്ടം നിലനിൽക്കുന്നുണ്ട്. ഇതിനിടെയാണ് ഒരു ബൂത്ത് ലെവൽ ഓഫീസർ തന്നെ പ്രചരണത്തിനായിട്ട് ഇറങ്ങുന്നത്. കോഴിക്കോട് മണ്ഡലത്തിലെ കോട്ടപ്പറമ്പ് ഭാഗത്ത് ഈ എളമരം കരീമിൻ്റെ സ്ഥാനാർത്ഥി പര്യടനത്തിന് വേണ്ടിയിട്ടാണ് 4-ാം ബൂത്ത് ലെവൽ ഓഫീസറായിട്ടുള്ള ലതാ മോഹനൻ പര്യടന പരിപാടികൾക്കും മറ്റുമായിട്ടും വീടുകൾ കയറാനും മറ്റുമായി ഇറങ്ങിയിട്ടുള്ളത്. അത് UDF പ്രവർത്തകർ തന്നെ ചിത്രീകരിച്ച ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ പരാതി പോയിരിക്കുന്നത്. UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനറായിട്ടുള്ള അഡ്വക്കേറ്റ് PM നിയാസാണ് ജില്ലാ കളക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും UDFന്റെ ആവശ്യം എന്ന് പറയുന്നത് ഈ BLO ആയിട്ടുള്ള ലതാ മോഹനനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണമെന്നുള്ളതാണ്. കാരണം ചട്ടവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തിയാണ് ചെയ്തത്. CPM സ്ഥാനാർത്ഥിയായിട്ടുള്ള എളമരം കരീമിന് വേണ്ടി കോട്ടപ്പറമ്പ് ഭാഗത്ത് വീടുകൾ കയറുകയും വോട്ട് ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. ഇത് ചട്ടലംഘനമാണ്. അതുകൊണ്ട് തന്നെ നടപടി വേണം എന്നുള്ളതാണ് UDF പ്രധാനപ്പെട്ട ആവശ്യം. ദൃശ്യങ്ങളടക്കം, അതായത് കോട്ടപ്പറമ്പ് ഭാഗത്തെ UDF പ്രവർത്തകർ ചിത്രീകരിച്ചിട്ടുള്ള ദൃശ്യങ്ങളടക്കമാണ് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസറായിട്ടുള്ള ജില്ലാ കളക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മണ്ഡലത്തിൽ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ചട്ടലംഘനത്തിന് ഒരു പരാതി നിലനിൽക്കുന്നുണ്ട്. അതായത് ജില്ലാ കളക്ടറും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസറും അടക്കം മന്ത്രി മുഹമ്മദ് റിയാസിനോട് വിശദീകരണം ചോദിച്ച ഒരു സാഹചര്യമുണ്ട്. 7 ദിവസത്തിനകം മന്ത്രി മുഹമ്മദ് റിയാസ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകണം. പ്രാഥമികമായിട്ടുള്ള ഒരു ചട്ടലംഘനം കണ്ടെത്തിയ ഒരു സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ അടക്കം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടുകൊണ്ട് ഒരു വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് മണ്ഡലത്തിൽ നിന്ന് മറ്റൊരു ചട്ടലംഘന വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. മേഘ്ന, അതായത് ഈ ഇപ്പോൾ UDF ചിത്രീകരിച്ച് പരാതി നൽകിയിരിക്കുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് ഒരു വിൻഡോയിൽ. അപ്പോൾ അതിൽ ഈ സ്ഥാനാർത്ഥിയുടെ പേരോ മറ്റ് പ്രവർത്തികളോ ഒന്നും കാണുന്നില്ല. എന്താണ് ഈ വീഡിയോയുടെ യഥാർത്ഥ വസ്തുത? അജിംഷാദ്, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇത് കോട്ടപ്പറമ്പ് ഭാഗമാണ്. അതായത് കോഴിക്കോട് മണ്ഡലത്തിലെ കുറച്ച് ഉൾപ്രദേശമായിട്ടുള്ള കോട്ടപ്പറമ്പിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിൽ UDF പ്രവർത്തകർ തന്നെ ചിത്രീകരിച്ചു എന്ന് പറയുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതും. അതിൽ പ്രധാനമായും ആ വീഡിയോയിൽ കാണുന്ന സ്ത്രീ എന്ന് പറയുന്നതാണ് ബൂത്ത് ലെവൽ ഓഫീസറായിട്ടുള്ള ലതാ മോഹനൻ. ഈ ലതാ മോഹനൻ അതായത് എളമരം കരീമിന്റെ ചിത്രമടക്കമുള്ള തിരഞ്ഞെടുപ്പ് പര്യടന നോട്ടീസുകളും മറ്റുമായി വീടുകൾ കയറി ഇറങ്ങുന്നതിനിടെയാണ് ആ ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ചത് എന്നാണ് UDF പ്രവർത്തകരടക്കം ഈ പരാതി കൊടുത്തിട്ടുള്ള UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനറായിട്ടുള്ള PM നിയാസ് അടക്കം പറയുന്നത്. അതായത് കോട്ടപ്പറമ്പ് ഭാഗത്ത് എളമരം കരീമിന് വോട്ട് ചോദിച്ചുകൊണ്ട് വീടുകൾ കയറുന്നതിനിടെയാണ് ബൂത്ത് ലെവൽ ഓഫീസറുടെ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത്. അങ്ങനെയാണ് ഈ ദൃശ്യങ്ങൾ അടക്കമാണ് ജില്ലാ കളക്ടർക്ക് ഒരു പരാതിയും പോയിരിക്കുന്നത്. ഇതിൽ ഉടൻ തന്നെ ജില്ലാ കളക്ടർ ഇതിന് വിശദീകരണം ചോദിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും ഈ പരാതി നൽകിയോ? അഡ്വക്കേറ്റ് PM നിയാസ് പരാതി നൽകിയോ? തീർച്ചയായും അജിംഷാദ്, അതായത് ജില്ലാ കളക്ടർക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും അഡ്വക്കേറ്റ് PM നിയാസ് മെയിൽ അയച്ചുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. അതായത് ദൃശ്യങ്ങളടക്കം ചേർത്തുകൊണ്ട്, നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ ദൃശ്യങ്ങളടക്കം ചേർത്തുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. മുന്നത്തെ, അതായത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കേസിലും അതായത് ചട്ടലംഘനം ചെയ്തു എന്നുള്ള പരാതിയും അഡ്വക്കേറ്റ് PM നിയാസ് തന്നെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ അതിന്റെ മറ്റൊരു രൂപമായിട്ടാണ് BLOക്കെതിരായിട്ടുള്ള പരാതിയും അഡ്വക്കേറ്റ് PM നിയാസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം BLOയോട് ചോദിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്.